ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അഷ്ന യൂസഫ്, കോട്ടയത്ത് നിന്നും. അഷ്ന യൂസഫ്, അതെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഏതാണ് മെയിൻ? ബികോം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മിയുണ്ട്, ബാപ്പി, രണ്ടനിയന്മാര്. ഇപ്പോഴും ഉമ്മി ബാപ്പി എന്നൊക്കെ തന്നെ സ്നേഹം കൊണ്ട് വിളിക്കും. ഉമ്മി ബാപ്പി. സോപ്പിടണ്ടേ? സോപ്പിടണ്ടേ? സോപ്പിടണം. സ്നേഹാധികം കൊണ്ട് അവരെ ഉമ്മി ബാപ്പി എന്നൊക്കെ വിളിക്കുന്നത്. യൂസഫ് അച്ഛനാണ്. എന്റെ സുഹൃത്തുണ്ട് ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അവനാണ് ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ കല്യാണം വിളിച്ചത്. ഞാൻ തൃപ്പൂണിത്തുറ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ, എടാ നീ എവിടെ ഉണ്ട്? ഞാൻ തൃപ്പൂണിത്തുറയില്ല, ഒന്ന് കല്ലൂര് വരെ വരുമോ? ഞാൻ എന്തിനാ? കല്യാണം വിളിക്കാനാണ്. അങ്ങോട്ട് പോയി കല്യാണം വിളിക്കാൻ ക്ഷണിച്ച ആളാണ് യൂസഫ്, എന്റെ സുഹൃത്ത് കേട്ടോ. ഇതങ്ങനെയല്ല. അല്ല, വാപ്പച്ചി എല്ലാരെയും വീട്ടിൽ ചെന്ന് തന്നെയല്ലേ കല്യാണം വിളിക്കുള്ളൂ. ആണെന്ന് തോന്നുന്നു, ഞാനില്ലായിരുന്നല്ലോ. പണ്ടൊരു ടി വി കാണലുകാരനുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത്. ഇയാളെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കൂട്ടുകാരൻ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ജോമോച്ചാൻ ടി വി കണ്ടോണ്ടിരിക്കുക, പൊക്കോളാൻ പറഞ്ഞു. പുള്ളി പോയി. കുറെ നേരം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്ന് പറഞ്ഞു, ജോമോച്ചാൻ ടി വി കണ്ടോണ്ടിരിക്കുക, പൊക്കോളാൻ പറഞ്ഞു. പിന്നെയും പോയി 6 മണിക്ക് വന്നപ്പോൾ ജോമോച്ചാൻ സീരിയൽ കണ്ടോണ്ടിരിക്കുക, പൊക്കോളാൻ പറഞ്ഞു. 10 മണിക്ക് വന്നപ്പോൾ പറഞ്ഞു, ജോമോച്ചാൻ ഇപ്പോൾ വാർത്ത കേട്ടോണ്ടിരിക്കുക, പൊക്കോളാൻ പറഞ്ഞു. അവസാനം അടുത്ത ദിവസം രാവിലെ ഇയാൾ ടി വി കൂടെ വന്നിട്ട്, നമസ്കാരം ചേട്ടാ, 3-4 പ്രാവശ്യം ഗേറ്റ് വരെ വന്നായിരുന്നു, മോളുടെ കല്യാണമോ വരണമെന്ന്. 2000 രൂപ മുടക്കിയിട്ട് അങ്ങനെ കല്യാണം വിളിച്ചത് കേട്ടോ. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ കാണാം. ആലപ്പുഴയിൽ നിന്നും ഐവി ആന്റണി. നമസ്കാരം. ഇതാണ് ഈ പരിപാടി മുഴുവൻ ട്വിസ്റ്റുകളാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചു ആന്റണി ഐവി എന്നുള്ളത് ഇനീഷ്യലാണ്, ഐവി എന്ന ഇനീഷ്യലായിട്ടുള്ള ആന്റണി എന്നൊരാൾ നടന്നു വരുമെന്ന് വിചാരിക്കുമ്പോൾ ഇതാ വരുന്നു മറ്റൊരു പെൺകുട്ടി, പേര് ഐവി എന്നാണ് അല്ലേ. ഞാൻ ഐവി ശശി എന്നൊക്കെ പറയുന്നത് പോലെ ഐവി ഇനീഷ്യലും ആന്റണി എന്ന് പറഞ്ഞൊരാൾ. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ വേറെ പ്രശസ്തനായ ആന്റണി ഉണ്ട്. ആരാണെന്ന് അറിയാമോ? അറിയില്ല, അറിയത്തില്ല. കുറച്ചുനാൾ കേന്ദ്രമന്ത്രിയായിരുന്നു. 96 ഏപ്രിൽ 1 അദ്ദേഹം ചാരായം നിർത്തലാക്കി. ആന്റണി കണ്ട ഐക്യു വളരെ കൂടുതലായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞാനിനി ഫോട്ടോ കൂടെ കാണിക്കാനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ക്ലൂ കൊടുത്തപ്പോ കൃത്യമായിട്ട് പറഞ്ഞു ആരാന്നുള്ളത്. ഏതുവരെ മുന്നോട്ട് കയറി? ഏതുവരെ പഠിച്ചു? ഞാൻ BA ഫസ്റ്റ് ഇയർ. BA ഏതാണ് മെയിൻ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നിങ്ങൾ തമ്മിലൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ആര് ജയിക്കും എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കും എന്തെങ്കിലുമൊക്കെ. നിങ്ങൾ കുറെ നാളിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്, 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിട്ടിരിക്കുകയാണ് ഒരു ജംഗ്ഷനിൽ വെച്ച്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയുന്നു, പണ്ട് അമൃത TVയിൽ നമ്മൾ ഒന്നിച്ച് പങ്കെടുത്തതല്ലേ, ഞാൻ തിരിച്ചറിയില്ല. ഇപ്പൊ നിങ്ങളുടെ ജീവിതമൊക്കെ മാറി. 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ട്, അവരുടെ പഠിത്തം പ്രാരാബ്ദം ഒക്കെ ഉണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് ഭാവന സമ്പുഷ്ടമായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ 10 വർഷങ്ങൾക്ക് ശേഷം കലൂർ സ്റ്റാൻഡിന്റെ പറകിൽ നിന്ന് നിങ്ങൾ തമ്മിൽ കാണുകയാണ്. Hi Ivy. Hi. I think I've seen you where? We have been studied together. I don't think we studied together. No, definitely not. No, then where? You tell me. You tell me. I think we met at Amrita TV. Oh yeah, Home Minister. Exactly. So what are you doing right now? I'm a homemaker now. What are you doing? I am still doing shows. വെറുതെ ഇരിക്കൽ, ആളെ പറ്റിക്കൽ, ഭക്ഷണം കഴിക്കൽ, വേറൊന്നുമില്ല. അടുത്ത ആളെ വിളിച്ചു. ഇന്ന് ഫുൾ നമ്മൾ തമ്മിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. ഐവി, ഞാനും രമേഷ്, ഇംഗ്ലീഷ്, ഫുൾ ഓഫ് ഇംഗ്ലീഷ്, വെരി കംഫർട്ടബിൾ. അപ്പൊ പിന്നെ മിക്കവാറും ഇന്ന് എനിക്ക് ഒരു പേജ് ഇംഗ്ലീഷ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ 100 ചാക്ക് സിമെന്റിന്റെ വാർക്ക് കഴിഞ്ഞ് ക്ഷീണമാണ്. എന്താണെന്ന് അറിയാൻ വയ്യ. അടുത്ത ആളെ വിളിച്ചോളൂ. വേണ്ട, അടുത്ത ആളെ വിളിച്ചു. ഐവി, ഞാൻ ഇംഗ്ലീഷ് കാണിച്ചു തരാം. ഐവി, ക്യാരി ഓൺ. തൃശ്ശൂരിൽ നിന്നും സാമുവൽ സണ്ണി. സാമുവൽ സണ്ണി, ഈ മത്സരത്തിൽ ജയിക്കുമോ തോക്കുമോ? ജയിക്കും. സാമുവൽ സണ്ണി പൊറോട്ട കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. അപ്പൊ പ്രാചീന ഋഷിവര്യന്മാർ പൊറോട്ട കഴിക്കരുതെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അത് പറഞ്ഞുതരും. പൊറോട്ട കഴിച്ചാലുള്ള 5 ദോഷഫലങ്ങൾ പറഞ്ഞു കൊടുക്കും. പൊറോട്ട കഴിച്ചാല് ഈ പൊറോട്ട വെളിയിൽ പോണെങ്കിൽ 4 ദിവസം എടുക്കും എന്നുള്ളത് കുട്ടിക്കറിയാം. എന്ത് വെളിക്ക് പോവാം? ഇതിന് ചില ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ വെളിയിലോ, ഞാൻ പറയുന്നില്ല, ഇതൊരു ടെലികാസ്റ്റിംഗ് പരിപാടിയാണ്. ഈ പൊറോട്ട വെളിയിലോട്ട് പോകാന്നൊക്കെ പറഞ്ഞ എന്താ ഇത്? അല്ല, നമ്മള് ഫാമിലി ആയിട്ട് കാണുന്ന ഒരു പരിപാടിക്ക് ചേരാത്ത പല വർത്തമാനങ്ങളും പ്രശ്നമാണ്. ഏതാ ഡൈജഷൻ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോനെ, ഇവര് പലതും പറയും. നമ്മള് പൊറോട്ട കഴിക്കണം, നമുക്ക് കഴിക്കണം തോന്നുന്ന സാധനം അത്യാവശ്യം ആഗ്രഹത്തിന് കഴിക്കുക, എന്നിട്ട് നല്ലോണം അധ്വാനിച്ചാൽ മതി. പൊറോട്ട എന്നിട്ട് 1 കിലോമീറ്റർ നടന്നാൽ എന്തും ദഹിപ്പിക്കാനുള്ള ശേഷി, അത്യാവശ്യം ഒരു 1/4 കിലോ ഇരുമ്പ് തിന്നാൽ പോലും ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ വയറിനുണ്ട്. കേട്ടല്ലോ? വയറൊക്കെ ചാടാതെ സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് മത്സരത്തിൽ സജീവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്
തൃശ്ശൂരിൽ നിന്നും രാജശ്രീ ശശിധരൻ. രാജശ്രീ ശശിധരന്റെ ജലദോഷം ഇതുവരെ മാറിയില്ലേ? ഈ ജലദോഷം ഇല്ലല്ലോ. ഏ ഇല്ല, ജലദോഷം ഇല്ല. കർച്ചീഫ് കയ്യില് അത് വേർക്കണ കാരണം കൊണ്ട്. ഇത്രയും വേർപ്പ് ഇതെന്താ ഉറവയോ ഇത്രയും കർച്ചീഫ് കൊണ്ട് കിടക്കാനായിട്ട്? ഞാൻ വേർക്കും. എനിക്ക് ഇങ്ങനെ കൈ പിടിച്ചാ തുള്ളി തുള്ളിയായിട്ട് വീഴും. കൈ പിടിച്ചാൽ തുള്ളി തുള്ളിയായിട്ട് പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വീഴുന്ന പോലെ വേർപ്പ് വീണോണ്ടിരിക്കും. വീഴും. പിന്നെ അതൊന്നും ഞങ്ങൾക്ക് ഇല്ല, വിശ്വസിക്കാൻ സത്യമായിട്ട് പറ്റില്ല. വീഴും. കാണിക്കണേ ഇന്ന് ഇപ്പൊ നമ്മൾ അങ്ങനെ വീഴുന്നില്ല. ഞാൻ തുടച്ചോണ്ടിരിക്കും. നല്ല വേർപ്പുണ്ട്. തിളങ്ങുന്നുണ്ടോ? ഏതാ ഇതാ ഇത് രാവിലെ തൊട്ട് ഇതിനകത്ത് കർച്ചീഫിൽ സൂക്ഷിച്ചു വെച്ചേക്കുമല്ലേ? അത് മുഴുവൻ തിളങ്ങിക്കൊണ്ടിരിക്കുമല്ലേ കഴിഞ്ഞ? അപ്പൊ ഇത് ഡോക്ടറെ കണ്ടില്ലേ ഇത്രയും വേർപ്പ് എന്നുള്ളത്? അത് കണ്ടിട്ട് പറഞ്ഞു മരുന്നില്ലാന്ന്. മരുന്നില്ല, ഇറ്റ് ഈസ് ഇൻക്വയറബിൾ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇൻക്വയറബിൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഭയങ്കര വേർപ്പിന്റെ അസുഖമായിരുന്നു. അങ്ങനെ അവൻ ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഭയങ്കര വേർപ്പുണ്ട്, എന്തെങ്കിലും ഒരു മരുന്ന് തരണം. പിന്നെ ആകെയുള്ള ഒരു ചെറിയ ആശ്വാസം എന്ന് വെച്ചാൽ ഞാൻ എത്ര വേർത്താലും അതിനൊരു മണമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും ഷർട്ട് മുഷിയുന്നു, വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തരണം. ആകെ ഒരു ആശ്വാസം, വേർക്കുന്നതിന് മണമില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഡോക്ടർ തന്നോട് പറഞ്ഞ പോലെ അല്ല പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമുക്കിത് ചെറിയൊരു ഓപ്പറേഷൻ വേണം തൻ്റെ മൂക്കിന് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, വേർപ്പിനെതിരെ മൂക്കിന് ഓപ്പറേഷൻ ചെയ്യുന്നത്? ഇത്രയും വേർത്തിട്ട് നാറിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റണല്ലോ, എന്നിട്ടാണല്ലോ നീ മണമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിന്റെ മൂക്കിന് ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ. അതുപോലൊന്നും അല്ലല്ലോ അല്ലേ? എന്റെ കയ്യും കാലും മാത്രമേ വേർക്കുള്ളൂ. കയ്യും കാലും ബസ് ഇത് കയ്യും തലയും പുറത്തിടരുതെന്നൊക്കെ പറഞ്ഞാൽ കയ്യും കാലും മാത്രം വേർക്കുന്ന ഒരു കുട്ടി മത്സരത്തിൽ നമുക്ക് കാണാം. പൊറോട്ട കഴിക്കുന്ന ഒഴിവാക്കിയാൽ മതി, ഈ പ്രശ്നം മാറുന്നതായിരിക്കും. പ്രാചീന ഋഷിവര്യന്മാര് പൊറോട്ടയെ കുറിച്ച് വേദോപനിഷത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുകളൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടിയാണ്, കേട്ടാലേ അറിയാം പേര്. രാജശ്രീ. ഓക്കെ, അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിച്ചോളൂ. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് പത്തനംതിട്ടയിൽ നിന്നും ശക്തി പ്രഭാഷ്. അല്ല, ഈ ഐ.വി. ആന്റണി എന്ന് പറഞ്ഞ പോലെ ശക്തി പ്രഭാഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതോ ഒരു ജിംനേഷ്യത്തിലെ ട്യൂഷൻ വരുന്ന പോലെ ഒരാൾ വരുമെന്ന് വിചാരിച്ചു വെക്കുമ്പോൾ വീണ്ടും ഒരു തരണിമണി തന്നെ വന്നേക്കുന്നു. ശക്തി പ്രഭാഷ്, ഇതെന്താ ഇങ്ങനെ ഒരു പേര്? എന്റെ പപ്പ ഇട്ടതാ. പപ്പ ആൺകുഞ്ഞാണെന്ന് വിചാരിച്ചുണ്ടായ കുട്ടിയാണോ? എന്നിട്ട് നല്ല ശക്തിയുള്ള കുട്ടിയാണോ? നമുക്ക് നിങ്ങൾ തമ്മിൽ ഒരു പഞ്ച് ഗുസ്തി മത്സരം നോക്കിയാലോ? ഉറപ്പായിട്ട് നോക്കാം. ശക്തി നോക്കാം. ശക്തി നോക്കാം. കൈ ഇങ്ങനെ ഈ കൈ കൊണ്ട് വലത്തെ കൈ താങ്ങി പിടിക്കും. ഓക്കെ ആണല്ലോ? ആ കുട്ടി പറഞ്ഞല്ലേ പഞ്ച ഗുസ്തി? ഓക്കെ, പണ്ട് ഇപ്പൊ പറയണ്ട, കുറച്ച് കേട്ടെ. ശരി. 1 2 3. ശക്തിക്ക് ശരിക്കും ശക്തി ഉണ്ട് കേട്ടോ. അല്ല, നമുക്ക് കൊല്ലണ്ട, ശക്തി വിട്ടേക്കും. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മുൻ എപ്പിസോഡുകൾ കണ്ട് പരിചയമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതാരാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ബാക്കിലോട്ട് പോയിട്ട് ഓരോ അക്കങ്ങളുടെ പുറകിൽ കയറി നിന്നോളൂ. നിങ്ങൾക്ക് ആരെ ഔട്ടാക്കണമെന്ന് തോന്നുന്നു അയാളുടെ പേരെഴുതുക. അയാൾ ഇപ്പോൾ തന്നെ ഔട്ടായി പോകും. ഏത് നമ്പറിൽ ആരാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഔട്ടാക്കേണ്ട ആളുടെ പേര്, നമ്പർ, പേര് വേണ്ട, നമ്പർ മാത്രം നിങ്ങൾ എഴുതുക. എഴുതിക്കോളൂ. One, 2, 3. പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നു ഇത് കണ്ടിട്ട്. എനിക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എനിക്ക് പാവം തോന്നുന്നു. പക്ഷെ ആ കുട്ടി കരയോ ഇത് കഴിഞ്ഞാല്? മിക്കവാറും കരയും. കരയാൻ പാടില്ല. എന്റെ കംപ്ലീറ്റ് പ്രതീക്ഷയും തെറ്റിച്ച ഒരു തീരുമാനമായിരുന്നു ഇത്. പറയാതെ വയ്യ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരി, രാജശ്രീ വരും. എന്നിട്ട് തിരിഞ്ഞു നോക്കിക്കോളൂ. ആഹാ, വരൂ. നിങ്ങളെല്ലാരും നിങ്ങളുടെ പോഡിയങ്ങളിലേക്ക് പോയിക്കോളൂ. എന്തായിരിക്കും ഇവരിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അല്ലെ, പറയൂ. ഇതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്തേ? ഇവരോടൊക്കെ സംസാരിച്ചായിരുന്നോ? കുഴപ്പമില്ല, എന്നാലും
ഞാൻ ഇച്ചിരി വിട്ട് നിൽക്കായിരുന്നു. ഒരു 4 പേര് നല്ല കൂട്ടായിരുന്നു. ഓഹോ, കൂട്ടുകൂടി പക്ഷേ എന്നെ അതുകൊണ്ട് ഔട്ടാക്കിയതാ ഞാൻ ഒരിക്കലും അറിയില്ല കേട്ടോ. എനിക്ക് ഇവരെല്ലാവരും ഇഷ്ടമാണ്, നല്ല ഫ്രണ്ട്സാണ്. പക്ഷെ ഇവര് 4 പേര് നല്ല കൂട്ടായിരുന്നു. രാജശ്രീനെ നിങ്ങൾ ഒറ്റപ്പെടുത്തി, പക്ഷെ അതുകൊണ്ടാണ് ഔട്ടാക്കിയെന്ന് രാജശ്രീ അവകാശപ്പെടുന്നില്ല. രാജശ്രീ ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? രാജശ്രീക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ വരെ എത്തിയത് തന്നെ എനിക്ക് ഒരു ഭാഗ്യമായിട്ടാണ് കരുതണത്. നന്നായി കളിക്കുക, ഇനിയും ഹൈ ലെവലിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് ഇത്രയും പേരിൽ ഇവിടെ എത്താൻ പറ്റി, ഓഡീഷൻ ഇന്നായി, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഓഡീഷൻ വന്നപ്പോൾ എന്നെ കൊണ്ട് മൈമ് ചെയ്യിച്ചായിരുന്നു. അപ്പോൾ ആ മൈമ് പഠിപ്പിച്ച് തന്ന ആ മാഷിന് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. സുരേഷ് സാർ എന്നാണ് എറണാകുളത്ത്. ആ സാറിന് ഒരു പ്രത്യേക താങ്ക്സ്. എനിക്കറിയാം, സുരേഷിനെ പറ്റി ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന. ആ സുരേഷാണോ ഈ സുരേഷ്? ഇല്ല. പക്ഷെ ഈ കുട്ടിക്ക് ഇവിടം വരെ എത്താൻ സഹായിച്ചത് സുരേഷ് സാർ പഠിപ്പിച്ച മൈമാണ്. അതിന് എത്ര നീളമുണ്ട്? 5 മിനിറ്റ്. ശരി, 30 സെക്കൻഡ്, 1 മിനിറ്റിൽ താഴെ മൈമിലെ ഭാര്യനെ നമുക്കൊന്ന് കാണാം. എൻ്റെ മൈമിന് ഭർത്താവ് വരുന്നത് സമയത്ത് ഭാര്യ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുക്കുവ സ്ത്രീ ആയിരുന്നു. വല നെയ്യുന്ന ആ ഒരു ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? ഭർത്താവ് വന്ന് എന്റെ തലയിൽ കൊട്ടിയിട്ട് പിള്ളേരെ കൊണ്ടാണോ വല നെയ്ക്കുന്നതെന്ന് ചോദിക്കും. ഡയലോഗ് ഉണ്ടോ? മൈമ് ഞാൻ ചെയ്യട്ടത്? വല നെയ്തു. പിന്നെ മീൻ തരും കയ്യില്. മീൻ തരും. ആദ്യം തല കൊട്ടിട്ട് പിള്ളേരെ കൊണ്ടാണോ വല നെയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട് മീൻ തരണം. അത്രയല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് വല നെയ്തു. ഇത് പിടിച്ചോ ഇനി. കഴിഞ്ഞ കഥ അല്ല, ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുക്കുമ്പോ ഇരിക്കും. അറിഞ്ഞിരുന്നില്ല. ദേവി കടാക്ഷം ഇത്രയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാ മുക്കുവൻ ഇച്ചിരി കയറ്റി കളിച്ചേനെ. ഇതിപ്പോ മുക്കുവൻ ഇത് മൈമ എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണ ഒരു കുടുംബം. ഇവര് കടലിൽ പോകുമ്പോ പക്ഷെ ബോട്ട് വന്ന കാരണം കൊണ്ട് വഞ്ചിയിൽ പോണ ആൾക്കാർക്കൊന്നും മീൻ കിട്ടത്തില്ല. എന്നിട്ട് ഇവര് പക്ഷെ വീണ്ടും ഒരു ബോട്ട് വാങ്ങും. ഭാര്യ സ്വർണ്ണം അതൊക്കെ ഊരി കൊടുക്കും, ബോട്ട് വാങ്ങും. എന്നിട്ട് ബോട്ടില് പോകുമ്പോ പക്ഷെ മറ്റേ വെടിയേക്കത്തുണ്ടായിരുന്നില്ല, ഇറ്റാലിയൻ നാവികൻ. അതുമാതിരി ഇവര് വെടിയേറ്റ് മുക്കോമിരിക്കും. അതാണ് സ്ഥിതി. ഇത് സഹമത്സരാർത്ഥികളായ ബോട്ട് വന്ന് മുക്കിക്കളഞ്ഞ ഒരു കുഞ്ഞു വള്ളമാണ് ഈ നിൽക്കുന്നത്. എനിക്കത് സ്റ്റേറ്റ് കലോത്സവത്തില് 2nd ആയിരുന്നു ഞാൻ. ഇരിക്കും. ഇറ്റാലിയൻ നാവികരെ, നിങ്ങൾക്കുള്ള വെടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സമ്മാനങ്ങൾ കൊടുത്തോളൂ. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ മോളെ പോവല്ലേ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇതിന് ഒരു മറുപടി പറയാനുണ്ട്. പിശാചി ചേട്ടാ, ഞങ്ങൾ പറഞ്ഞോട്ടെ? പറഞ്ഞു. മുത്തേ പൊന്നേ വീണങ്ങളേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, പൊന്നേ വീണങ്ങളേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, നിനക്കിന്ന് പിണക്കം എന്റെ കരളല്ലേ, രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. പോലെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇവര് ഒന്നിച്ച് ഇത്രയും പാട്ട് പാടിയില്ലേ, ഇതുവരെ റിഹേഴ്സൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി തൊട്ടെങ്കിലും ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ.